ചൊറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കയറി അങ്ങോട്ട് മാന്തണം. നമുക്കറിയാം ജാസ്മിൻ ചേച്ചി അകത്ത് ചൊറിയുന്നുണ്ട്, അതുപോലെ തന്നെ ബാപ്പ പുറത്തും. അപ്പൊ നമുക്ക് മാന്തിയും ചൊറിഞ്ഞൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകാം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഓഫ് കോഴ്സ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കുറേ വീഡിയോസ്, ന്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ പൊന്നു ബാപ്പ, അതായത് നമ്മുടെ ജാസ്മോളുടെ ബാപ്പ എല്ലാവർക്കും പണി തന്നുകൊണ്ട് കേസൊക്കെ കൊടുത്ത് എല്ലാവരും പേടിപ്പിച്ച് വിറപ്പിച്ചൊക്കെ നടക്കുവാണ്. ഇപ്പൊ കേൾക്കുന്നത് ബാപ്പ ഒരാളുകളെയും വിളിച്ച് പേടിപ്പിക്കാന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാം, മകളായി പോയില്ലേ, എന്ത് ഊളത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളും അവരുടെ കൂടെ ഊളത്തരം കാണിക്കണം. ഈ ഊളത്തരം കാണിച്ചു എന്ന് പറയാൻ കാരണം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോയില് എന്തുമാത്രം പ്ലാനുകളും പദ്ധതികളൊക്കെ റെഡിയാക്കിയിട്ടാണെന്നറിയോ നമ്മുടെ ജാസ്മോള് ഇപ്പൊ ഈ ബിഗ് ബോസ് ഷോയില് എത്തിയത്. അതായത് ഇതൊരു 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്ലാനാണ്. എന്തൊക്കെ ചെയ്യണം ജാസ്മോളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് എപ്പോഴെങ്കിലും ജാസ്മോളുടെ ഈ വൃത്തികെട്ട പ്ലാനിന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആര് കയറണം? നമ്മുടെ സായി അണ്ണൻ വൈൽഡ് കാർഡായിട്ട്. എനിക്കിതൊന്നും പറയാനായിട്ട് ഒരു തേങ്ങയില്ല. കാരണം നിങ്ങൾക്കറിയാം സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് കൃത്യമായി ബിഗ് ബോസ് ഹൗസിൽ ചെന്നപ്പോൾ കാണിച്ച ഫസ്റ്റ് പരിപാടി ആ പൊന്നുമോൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കളിയിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കാൻ ഒരു വാണിംഗ് ഒക്കെ കൊടുത്ത് നമ്മൾ കൃത്യമായി കണ്ടതാണ്. വാണിംഗ് അല്ല, മെസ്സേജ്. ഞാൻ വീണ്ടും മറന്നു തോന്നും. ഇപ്പോഴാണെങ്കിലും നമ്മൾ ലൈവിൽ നോക്കാം, ഈ സായി എന്ന് പറയുന്നവന്റെ വായില് ഒരു പിണ്ണാക്കും തിരികൊന്നും വെച്ചിട്ടില്ലല്ലോ. ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കാണിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ തെണ്ടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു. അല്ലെങ്കിൽ ജാസ്മിനെതിരെ കഴിഞ്ഞ ദിവസം അഭിഷേക് തന്നെ ജാസ്മിനെതിരെ വന്നപ്പോ സായി അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അഭിഷേകിനെ അതിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പൊന്നുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയല്ലേ പെടാപ്പാടുകളാണ്. അതായത് എങ്ങനെയായാലും കുഴപ്പമില്ല, ജാസുട്ടിക്ക് എന്നെ കപ്പ്, ജാസുട്ടിനെ വെളുപ്പിച്ച് അതാണ് സായി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു അജണ്ട, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാൾ പറയും ഒരു ഗെയിമും കളിക്കുന്നില്ല എന്ന കാര്യം നമുക്കറിയാം. ചെന്നന്ന് തൊട്ട് വാഴകളുടെ കൂടെ മറ്റൊരു മരവാഴിയായിട്ടാണ് ഈ വ്യക്തി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ തുറന്നു പറയണം, അല്ലാതെ വളഞ്ഞു മൂക്ക് പിടിച്ച് പറയാനുള്ള കാര്യങ്ങൾ പറയാതെ ഇവരെയൊന്നും നമ്മൾ അവിടെ വെള്ളപൂശി മാലാഖമാരെ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ട വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, കുറെ ജാസ്മിൻ പോകുന്നതിന് മുമ്പ് നടത്തിയ പ്ലാനുകളില് ഈ വ്യക്തിയിലൊക്കെ എന്തുമാത്രം ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വീണ്ടും ചോദിക്കാണ്, ഇന്നലത്തെ നമ്മുടെ വീഡിയോ നീണ്ടുപോയ കാരണം കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയട്ടെ, ഇത്രമാത്രം വൃത്തികേടും അശ്ലീലവും കാട്ടിക്കൂട്ടിയ ജാസ്മിന് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഒരു പ്രശ്നവും ഇവരുടെ ഫാമിലിക്കില്ല. സത്യം വിളിച്ചു പറയുന്ന യൂട്യൂബേഴ്സ്, അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്ന ജനങ്ങൾ, അതായത് കമന്റ്സുകളിലൂടെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ജനങ്ങൾ ജാസ്മിനെതിരെ ഉന്നയിക്കുന്നത്. അപ്പൊ അവർക്ക് നേരെയാണ് ഈ വക വൃത്തികെട്ട യുദ്ധങ്ങളുമായി ഈ ജാഫർ എന്ന് പറയുന്ന വ്യക്തി വന്നിരിക്കുന്നത്. നമ്മൾ അതിനെയൊക്കെ കാണുമ്പോൾ അയ്യോ ഞാൻ പേടിച്ചു പോയി, നിങ്ങൾ എന്റെ പേരിൽ കേസ് കൊടുത്തോ, നാളെ തന്നെ തൂക്കിക്കൊല്ലോ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കാം, ഒട്ടും ധൈര്യമില്ലെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയാൻ വേണ്ടി റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന വീഡിയോസുമായി ഒരു വ്യക്തികളും ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരില്ല. ഡെഫിനറ്റ്ലി എല്ലാ ആളുകൾക്കും നിങ്ങളെ പോലെയല്ല, അത്യാവശ്യത്തിന് ബുദ്ധിയുള്ള കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിനെ ശക്തമായി നേരിടാൻ അവർക്കറിയാൻ പറ്റും. അപ്പോ ഈ വ്യക്തി എന്തിനാണ് ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ച്, അല്ലെങ്കിൽ ജാസ്മിനെതിരെ വീഡിയോ ഇട്ട കേരളത്തിലെ മൊത്തം യൂട്യൂബേഴ്സിനെ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, വിളിച്ച് എന്താ ഭീഷണിയാണോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇത് പറയുവാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ പക്കാ ഉടായ്പ്. ഇതൊരു വ്യക്തിയുടെ ഉടായ്പല്ല, ഒരു ഫാമിലി മൊത്തം തന്നെ സമൂഹത്തിൽ ഇറങ്ങിയിരിക്കുവാണ്. ഞങ്ങളെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾക്ക് വേണ്ടത് ആ 50 ലക്ഷമാണ്. എന്തൊരു ചീപ്പായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാന്ന് നോക്കി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യും, അതല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടല്ലേ ഇത്രമാത്രം അശ്ലീലം കിടന്ന് കാട്ടിക്കൂട്ടിയിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും ആ ഫാമിലി നിൽക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, സ്വന്തം മകൾ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കിയ ഒരു നല്ല ഫാമിലിയാണെങ്കിൽ എന്ത് ചെയ്യണം?
ഡെഫിനറ്റ് ആയിട്ടും വേണമെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ചെറിയ ഒരു മെസ്സേജ് ഇട്ടോ അവർക്ക് വേണമെങ്കിൽ ജനങ്ങളോട് പറയാം, അവൾക്ക് ഇത്ര പ്രായമുള്ളൂ, അവൾക്ക് അതിനാ മാത്രമുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാന്നോ എന്തെങ്കിലും പറയാം. അവൾ ചെയ്തത് തെറ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നോ, അപ്പൊ നിങ്ങളെല്ലാവരും ഇനി അവളെ ഉപദ്രവിക്കരുത്, അങ്ങനെയൊക്കെ നന്നായി ചിന്തിക്കുന്ന എന്തുമാത്രം പാരന്റ്സ് ഒക്കെ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇത് അതല്ല, ഞങ്ങൾ ചെയ്തത് എന്തായാലും തെറ്റാണ്. ഇപ്പൊ ഞങ്ങളൊരു 20 കിലോ വൈറ്റ് സിമെന്റ് അങ്ങോട്ട് വെടിച്ച് അടിക്കാണ് എല്ലാ ദിവസവും, വെളുക്കട്ടെ വെളുക്കട്ടെ എന്ന്. വൈറ്റ് സിമെന്റ് അടിക്കും തോറും ചീഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഈ മനുഷ്യൻ മനസ്സിലാവുന്നില്ല. ഒരേ കോൺട്രവേഴ്സീസ് ഓരോ ദിവസം വലിച്ചഴിച്ച് സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാണ്. ചില ആളുകൾ പറയുന്നു ഇയാളെ പല ആളുകളും മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്, ഐ മീൻ ജാസ്മിന്റെ ഫാദറിനെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഉള്ള കുട്ടിയാണോ? അഗെയിൻ ഇത്ര നാളും ജീവിച്ച ഒരു എക്സ്പീരിയൻസ് ഇല്ലേ? സമൂഹത്തിൽ ഇത്രയും മാത്രം ആളുകളെ വിളിച്ച് ഇതൊരു വലിയ തെറ്റായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ഇയാൾക്കില്ലെന്ന് ഞാൻ ചോദിക്കണേ. അതിനു പകരം ഞാൻ ഈ കാണുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ പേരില് ഞാൻ കേസ് കൊടുക്കും. അതിന് പുറമെ ഞാൻ അവരെല്ലാം പേഴ്സണലി വിളിച്ച് ഭീഷണിപ്പെടുത്തും. ഇതെന്താണ്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഇതുപോലെയൊക്കെ പറഞ്ഞ് എന്ത് കേട്ടാലും ഡിഫമേഷൻ കേസ്, ക്രിമിനൽ കേസ് എന്നൊക്കെയാ പറയുന്നത്. അതായത് അവർ കാണിച്ചു കൂട്ടിയ ഒരു കാര്യങ്ങളും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ചോദിച്ചു, ഞാൻ ഇന്നലെ തന്നെ ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചാനലിനെതിരെ, നമ്മുടെ ഏഷ്യാനെറ്റിനെതിരെ കൊടുക്കട്ടെ. ഞാൻ ഒരു കേസ് അവരുടെ പേരല്ലേ കൊടുക്കേണ്ടത്? ഇത്രയും മോശമായ കാര്യങ്ങള് ജാസ്മിൻ കാണിച്ച കാര്യങ്ങള് അവരല്ലേ പൊതുസമൂഹത്തിലേക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഇയാൾ അവർക്കെതിരല്ലേ ആദ്യം കേസ് കൊടുക്കേണ്ടത്? അല്ല, പിന്നെ ഇത്രയൊക്കെ അവർ കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഇനി എന്റെ മകളെ അവിടെ നിർത്തില്ല. ഈ എന്റെ മകളുടെ ഒരു വൃത്തികേടും ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾ കാണില്ല. അങ്ങനെ വിചാരിച്ച് മകളെ വിളിച്ചുകൊണ്ട് പോരണ്ടേ? എനിക്ക് പറയാനുള്ളത്, ഏത് ഫാമിലി ആണെങ്കിലും ഏത് കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഉളത്തരകൾ കാണിച്ച, വൃത്തികേടുകൾ കാണിച്ച ഇനിയും വിളിച്ചു പറയും. നിങ്ങൾ ആരും വിചാരിക്കേണ്ട നമ്മൾ ഓരോ കാര്യങ്ങൾ ഒന്നു പറയുന്നത് ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ സോഷ്യൽ മീഡിയയിൽ വന്നു കുത്തിയിരുന്ന് വായ തോന്നിയത് അങ്ങനെയൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്തു വിടും. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ, എന്തോരം ഉഡായ്പകൾ എന്ന് തന്നെ പറയാം, എന്നിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്. ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങളൊക്കെ നമുക്ക് കൃത്യമായി നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. അല്ലാതെ വെറുതെ വന്നു കുത്തിയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓരോന്ന് വിളിച്ച് പറയുന്നില്ല. അപ്പൊ ഇയാൾ ചൊറിയണനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു തന്നെ ഇരിക്കും. താൻ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല, തന്റെ മകളെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? സത്യം മാത്രമേ എന്നും ജയിക്കത്തുള്ളൂ. ഒരിക്കലും ഈ വെപ്രാളത്തിന്റെ ഒരു കാര്യമില്ല. ഒരിക്കലും ഓരോ യൂട്യൂബേഴ്സിനെ വിളിച്ച് ചൊറിയേണ്ട ഒരു അത്യാവശ്യമില്ല. അപ്പൊ തന്നെ എല്ലാവരും മനസ്സിലാക്കിക്കോ ഇയാളുടെയൊക്കെ ഒരു റേഞ്ച് എന്താണ്, അല്ലെങ്കിൽ എന്തുമാത്രം വൃത്തികേടുകളാണ് ഇവരൊക്കെ കൂടി പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ മറ്റ് കണ്ടസ്റ്റൻസിനോടൊക്കെ ഇവര് ചെയ്യുന്നത്? കാരണം അതിനകത്ത് കുറെ ആത്മാർത്ഥമായി കളിക്കുന്ന നല്ല കുറെ കണ്ടസ്റ്റൻസ് ലൈക്ക് ജിൻഡോ, അൻസിബ, ഇവരൊക്കെ അവിടെയുണ്ട്. അഭിഷേക് എല്ലാവരും ഉണ്ട് കേട്ടോ, ഞാൻ എടുത്തെടുത്തു പറയില്ല എന്നുള്ളൂ. അപ്പൊ അവർക്കൊക്കെ ഒരു കൺസിഡറേഷനും നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. പക്ഷെ ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കരിഞ്ഞ മത്സ്യകന്യകൻ പട്ടിയോടൊക്കെ പുച്ഛിച്ച് പറഞ്ഞത് നമ്മൾ ആരും മറന്നുപോയിട്ടല്ല. ഇതിനൊക്കെ എതിരായിട്ട് എത്ര തരം കാർഡുകൾ, ഈ മഞ്ഞ പച്ച നീലിയൊക്കെ ഒരാഴ്ചയിൽ കൊണ്ട് പല വ്യക്തികൾക്ക് കൊടുത്തപ്പോ ജാസ്മിനെതിരെ എന്ത് കോപ്പാണ് കൊടുത്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഓരോ ദിവസം ഓരോ വീക്കെൻഡിൽ എസ്പെഷ്യലി വന്ന് നമ്മുടെ മോഹൻലാലൊക്കെ പൊക്കി പറഞ്ഞു പോയിട്ടുണ്ട്. അതുമാത്രം ഓരോ ആഴ്ചയും ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് സിമെന്റ് കൂട്ടി കൂട്ടി ഇട്ട് അങ്ങ് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് പക്ഷെ അവര് കൂട്ടി വെളുപ്പിക്കുന്ന അനുസരിച്ച് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ വ്യക്തിയോടുള്ള ദേഷ്യവും കൂടി വരുന്നതേ ഉള്ളൂ. ജിൻഡോയ്ക്ക് എന്തോ മരുന്ന് കൊടുക്കുന്നു, ജിൻഡോ ഭയങ്കര ഡള്ളായിട്ട് കാണുന്നു, ടയേർഡായി കാണുന്നു ഒക്കെ പല ആളുകളും എന്തുകൊണ്ടാണ് ഈ കൺസേൺ പറയുന്നത്? ബിക്കോസ് അതുപോലെയുള്ള നാർത്തരങ്ങളാണ് ഈ ഷോയില് ആദ്യം തൊട്ട് ഇപ്പൊ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ആളുകൾ ഭയങ്കര കൺസേൺ ആണ്. അവർ ഉറപ്പായിട്ടും അത് പറഞ്ഞു തന്നെയിരിക്കും. എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. കേസ് എത്ര വേണമെങ്കിലും കൊടുത്തോ. എനിക്കറിയാം കേരളത്തിലെ എല്ലാ ജനങ്ങളും, അതുപോലെ എവിടെയൊക്കെയോ മലയാളം ബിഗ് ബോസ് സീസൺ 6 കാണുന്ന ആ പ്രേക്ഷകരുണ്ടോ, കമന്റ്സുകൾ ജാസ്മിനെതിരെ ഇടുന്നുണ്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കേസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകളെ കൊണ്ടുവന്നിട്ട് വേണം ജാമ്യം എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഈ ഒരു പ്രശ്നത്തെ, അതായത് ജാസ്മിൻ അകത്ത് നാറുന്നുണ്ടെങ്കിൽ പുറത്ത് ഫാമിലി നല്ല അടിപൊളിയായി നാറിക്കൊണ്ടിരിക്കുവാണ്. കാരണം ഓരോ ദിവസം ഓരോ വള്ളിക്കെട്ട് വിളിച്ചുകൊണ്ട് വരും. അപ്പൊ
ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാതിരിക്കില്ല, നല്ലത് ചുട്ട മറുപടിയായിട്ട് തിരിച്ചു കിട്ടും. അതിനിപ്പോ ഏത് പ്രസ്ഥാനത്തിലെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നമുക്ക് ഈ ഭരണഘടന എന്ന് പറയുന്നത് വീണ്ടും എടുത്തു പറയണ, ഇയാൾ കേട്ടിട്ടെങ്കിലും പഠിക്കണേ, ആ തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട് കാര്യങ്ങൾ പറയാനും പ്രകടിപ്പിക്കാനും. അത് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ഒരു കള്ളത്തരം വിളിച്ച് പറയുന്നില്ല. ഒരു വീഡിയോ പോലും നമ്മൾ നമ്മുടെ ഇമാജിനേഷനിൽ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ജാസ്മിൻ കാണിച്ചോ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ ഒരു കാര്യം വൃത്തികേട് ചെയ്തിട്ട് നമുക്കതിനെ പൂമാലയിട്ട് അലങ്കരിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അത് അങ്ങനെ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞിട്ട് തന്നെ ഉണ്ടെന്നാണ് ഒരു സംശയം എനിക്കില്ല. മക്കളെ, വീഡിയോ നീണ്ടു പോകുന്നു. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ കമന്റ്സുകൾ നല്ല ശക്തമായ കമന്റ്സുകൾ കൊണ്ട് പോരട്ടെ. ഇതൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് നിർവൃതി അടയട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.